ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് ജോസ് മൊറീഞ്ഞോ. പോർട്ടോ എന്ന ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് എടുക്കുമ്പോൾ അവരുടെ പരിശീലകനായിരുന്നു ജോസ് മൊറീഞ്ഞോ. ഇപ്പോഴത്തെ ജോസ് മൊറീഞ്ഞോ ഒരു അഭിമുഖത്തിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇപ്പോഴത്തെ ചില താരങ്ങൾക്ക് വളരെ വലിയ മില്യൺ തുക നൽകി ചില ക്ലബ്ബുകൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ലയണൽ മെസ്സി എന്ന താരത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 25 വയസ്സ് പ്രായമുണ്ടെന്ന് കരുതുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3-4 ബാലൻ ഡ്യൂർ ഉണ്ടെന്ന് കരുതുക. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ? ഏത് ക്ലബ്ബിലാണോ ലയണൽ മെസ്സി കളിക്കുന്നത് ആ ക്ലബ്ബ് മെസ്സിയെ വിൽക്കാൻ ശ്രമിച്ചാൽ എത്ര മില്യൺ തുകയായിരിക്കും ലയണൽ മെസ്സിക്ക് കിട്ടുക? 100 മില്യണോ അതോ അതിൽ കൂടുതലോ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ലഭിക്കുന്ന തുകയായിരിക്കും ഫുട്ബോളിലെ ഏറ്റവും വലിയ തുക. പക്ഷേ മറ്റൊരു കാര്യം എന്തെന്നാൽ അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്ന ടീം ലയണൽ മെസ്സിയെ ഒരിക്കലും വിൽക്കാനും പോകുന്നില്ല. അദ്ദേഹം പ്രൈസ്ലെസ് ആണ്. ആ പ്രായത്തിലുള്ള ലയണൽ മെസ്സിയെ വിൽക്കാനോ വാങ്ങാനോ സാധിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ സമയത്ത് ഫിഫയുടെ പ്രസിഡൻ്റാണെന്ന് കരുതുക. ലയണൽ മെസ്സിയെ ഏത് ടീമാണോ വിൽക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഏത് ടീമാണോ അദ്ദേഹത്തെ വാങ്ങാൻ നോക്കുന്നത് ആ ടീമിനെ ഞാൻ ബാൻ ചെയ്തിരിക്കും. ലയണൽ മെസ്സിയെ വിൽക്കാനായി അവൻ്റെ ക്ലബ്ബ് എത്ര തുകയാണോ അവന് വിലയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ക്ലബ്ബാണോ അവനെ സൈൻ ചെയ്യാനായി എത്ര മില്യൺ മുടക്കുന്നത്, ഇതൊന്നുമായിരിക്കില്ല അവൻ്റെ യഥാർത്ഥത്തിലുള്ള വില. അതിലും വലിയ വിലയായിരിക്കും ലയണൽ മെസ്സിക്കുള്ളത്. ഫുട്ബോൾ ലോകത്തേക്ക് ദൈവം അയച്ചതാണ് ലയണൽ മെസ്സി എന്നും അദ്ദേഹത്തിന് വിലയിടാൻ ആർക്കും കഴിയില്ല എന്നും ജോസ് മൊറീഞ്ഞോ കൂട്ടിച്ചേർത്തു.